ശാരീരികമായും മാനസികമായും പ്രയാസവും ഞെരുക്കവും ഉള്ളൊരു സന്ദർഭമാണെന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. അതുകൊണ്ട് അല്ലാതെ അശുദ്ധമാകുന്നില്ല. ഒരു സ്ത്രീ ഒരിക്കലും അശുദ്ധയല്ല. അവൾ തൊടുന്നിടം, അവൾ ഇരിക്കുന്നിടം, അവൾ പോകുന്നിടം ഒരിക്കലും ഇസ്ലാമിൽ അശുദ്ധമായി കാണുന്നില്ല. ഇനി അതേപോലെ തന്നെ ആ സന്ദർഭങ്ങളിൽ ഈ നഖം മുറിക്കുക, മുടി ചീകുക, അതുപോലെ ഇപ്പൊ ചില കുട്ടികൾ സംശയം കരിവേപ്പ് അതിന്റെ ഇല എടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ ആ സന്ദർഭത്തിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ ജൂതന്മാരുടെയും മറ്റ് മതവിശ്വാസികളുടെയും വിശ്വാസപ്രകാരമുള്ള അവൾ അശുദ്ധയാണ് എന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതൊക്കെ. ഇസ്ലാമിൽ ഒരിക്കലും ഒരു മുസ്ലിം അശുദ്ധയല്ല. ഒരു മുസ്ലിം ഇന്നമൽ മുസ്ലിമ ലാ യൻജുസു, ഒരു മുസ്ലിം ഒരിക്കലും നജസാണില്ല. ഈ വസ്തു മാത്രമാണ് നജസ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മെൻസസിന്റെ ബ്ലഡ് ഒരു ലക്ഷക്കണക്കിന് രോഗാണുക്കളെയും കൊണ്ടാണ് മെൻസസിന്റെ ബ്ലഡ് വരുന്നത് എന്ന് സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ അശുദ്ധമുള്ളൂ. അതല്ലാതെ ഒരു മുസ്ലിമിന്റെ ശരീരം ഒരിക്കലും അങ്ങനെ നജസാവുന്ന ഒരവസ്ഥ ഇസ്ലാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നഖം മുറിക്കണീനോ മുടി ചീകി കളയണീനോ ഒന്നും ഇസ്ലാമിൽ വിലക്കുകളില്ല. നഖം എപ്പോഴാണ് മുറിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ച് സാധാരണ എപ്പോഴാണ് മുറിക്കേണ്ടത്? എപ്പോഴാണ്? നഖം വലുതാവുമ്പോ അല്ലേ? നഖം വലുതാവുമ്പോ നഖം മുറിക്കണം. ഇനി അതിന് ദിവസം നിശ്ചയിക്കാൻ നമുക്ക് വേണമെങ്കിൽ എപ്പോഴാണ്? വെള്ളിയാഴ്ചക്ക് തലേ ദിവസം, വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തലേ ദിവസം വ്യാഴാഴ്ച നഖം മുറിക്കുന്നതിന് പ്രത്യേകമായ കൂലിയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കാക്കാം. പക്ഷെ വലുതായോ അപ്പോ മുറിക്കുക എന്നുള്ളതാണ് ഇസ്ലാമില്. അപ്പൊ അത് മെൻസസുള്ള സമയത്താണ് അങ്ങനെ വലുതായി കണ്ടതെങ്കിൽ പിന്നെ അതങ്ങനെ 5-6-7 ദിവസം അങ്ങനെ നീട്ടി വെച്ചു കൊടുക്കേ പറ്റുമോ? അങ്ങനെ പറയുമ്പോ സാധാരണ മനഃപൂർവ്വം നീട്ടുന്ന ഒരു സമ്പ്രദായം കുട്ടികളിലുണ്ട് അല്ലേ? അത് സത്യവിശ്വാസികൾക്ക് അങ്ങനെ നഖം ഇങ്ങനെ നീട്ടിവെക്കുന്ന സമ്പ്രദായം ഗുണം ചെയ്യോ? അല്ലെ? ഓരോ ആഴ്ചക്കും നഖം മുറിക്കേണ്ടവരാണ് വിശ്വാസികൾ അല്ലെ? നഖം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ, വിഷല്ലേ? എപ്പോഴാണോ വലുതാവണത് അപ്പോ നഖം മുറിക്കുക. പിന്നെ കൂലി കിട്ടാൻ വേണ്ടി നമുക്ക് വ്യാഴാഴ്ചത്തേക്ക് ആക്കി വെച്ചാൽ കൃത്യമായി കൂലി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടൈം ടേബിളുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം അല്ലേ? ഒരിക്കലും വളർത്തുന്നത് ഇസ്ലാമികമല്ല. അത് ഇസ്ലാമില് പുണ്യകരമല്ല എന്ന് മാത്രമല്ല വെറുക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് മെൻസസിന്റെ സമയത്താണെങ്കിലും മുറിക്കണിന് ഇസ്ലാം കുഴപ്പമില്ല. കാരണം എന്താണ്? ഒരു പെൺകുട്ടി അശുദ്ധമാകുന്നില്ല. അവളുടെ മെൻസസ് മാത്രമേ ദോഷമുള്ളതുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഖുർആൻ പാരായണം അതും ഒരു വലിയ. ഇപ്പൊ പിന്നെ മുടി ആ സമയത്ത് അവൾ മുടി ചീകിയാൽ അതുമായി ആ മുടി ചീകുമ്പോ കിട്ടുന്ന മുടി, അതിപ്പോ നിങ്ങൾക്കറിയാം, ഒരു ദിവസം 100ഓളം മുടികൾ ഓരോ ദിവസം ശരീരത്തിൽ നിന്ന് കൊഴിയാം അല്ലേ? അതുകൊണ്ടൊരു കുഴപ്പമില്ല അല്ലെ? അങ്ങനെ കൊഴിഞ്ഞാലും വീണ്ടും ഉണ്ടാവും. ആ കൊഴിയുന്ന മുടി പിന്നെന്താ ചെയ്യാ? അങ്ങനെ അത്രയും ദിവസം ആരോ കുട്ടികൾ പറഞ്ഞു ആ ചീകി വെക്കുന്ന മുടികളൊക്കെ അങ്ങനെ ശേഖരിച്ചു വെക്കാറാണ് പതിവ്. മെൻസസിന്റെ സമയത്ത് മുടി അങ്ങനെ ആക്കാൻ പാടില്ല എന്നോ, അതൊക്കെയും അശുദ്ധമാണെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിൽ അതിന് കുഴപ്പമില്ല. മുടി അത്രയും വളരെ നല്ല രൂപത്തിൽ എണ്ണ തേച്ച് ചെളി കളഞ്ഞ് കഴുകി ചീപ്പ് കൊണ്ട് ചീകി വൃത്തിയായി കൊണ്ടു നടക്കണം എന്നാണ് ഇസ്ലാമിലെ അതിന്റെ നിയമം. അപ്പൊ മെൻസസ് ഉള്ള 6-7 ദിവസം മുടി ചീകാതെ ജട കുത്തി അടക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചീകാം. അത് പോകുന്ന മുടി അതിന്റെ യാതൊരു കുഴപ്പം ഇല്ല. ചീകി ഒതുക്കി എണ്ണ തേച്ച് വൃത്തിയായി കൊണ്ടുനടക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെ ആ സമയത്തുള്ള ഖുർആൻ പാരായണം. ഖുർആൻ ഒരുപാട് പണ്ഡിതന്മാര് ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ആ ദിവസങ്ങളിൽ ഖുർആൻ ഓതരുത് എന്ന നിരോധാജ്ഞ പുറപ്പെടുവിച്ച ഒരു വചനവും ഖുർആനിലോ ഹദീസിലോ ഇല്ല. ഓതരുത് എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാര്
അവരെ അതിൽ നിന്ന് തടയരുത്, തടയാൻ നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറ്റു പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും നാവുകൊണ്ട് ശരിക്ക് സാധാരണ കൂലി കിട്ടാൻ നമ്മൾ ഓതാറുള്ളത് പോലെ വ്യക്തമായി ഓതാതെ ഖുർആൻ നമ്മൾ കേൾക്കണേനോ, ഇപ്പോൾ ഉമ്മ ഓതുകയാണ് അല്ലെങ്കിൽ അനിയത്തി ഓതുകയാണ്, അവിടെ ഇരുന്നിട്ട് നമുക്കത് അതൊക്കെ നോക്കി മനസ്സിലാക്കാനും ഹൃദയം കൊണ്ട് അത് ചിന്തിക്കാനും അതിനൊന്നും യാതൊരു വിലക്കും ഇല്ല. വ്യക്തമായി നമ്മൾ കൂലി കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ സാധാരണ ഓതാറുള്ളത് പോലെ. അല്ലെങ്കിൽ ഖുർആൻ ഓതേണ്ട നിയമം എന്താണ്? മനസ്സിലിങ്ങനെ പതുക്കെ ഓതുകയല്ല. ഖുർആൻ ഇത്തിരി ശബ്ദത്തിൽ നമ്മളുടെ സ്വന്തം ചെവികൾക്കെങ്കിലും കേൾക്കാവുന്ന രൂപത്തിലാണ് ഖുർആൻ ഓതേണ്ടത്. അങ്ങനെയാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഓതണേനാണ് പിന്നെയും പണ്ഡിതന്മാരുടെ ഇടയിലൊരു അഭിപ്രായമുള്ളതല്ലാതെ ഓതരുത് എന്ന നിരോധാജ്ഞ പുറപ്പെടുവിച്ച ഒരു ആയത്തോ ഒരു ഹദീസോ ഖുർആനിലോ ഹദീസിലോ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത്രയും ദിവസം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടാതിരിക്കുക എന്നതല്ല